ഈ ഗുരുവായൂര് ഈ കലശം നടക്കുന്ന സമയമാണ്. ഈ കലശത്തിന്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാം. ആദ്യത്തെ കലശം എന്ന് പറഞ്ഞാൽ ഭഗവാന് എന്താ പറയുക, ശ്രേയസ്, അതേമാതിരി അഭിവൃദ്ധി, ദൈവത്തിനാവുകൊണ്ട് ദൈവാധീനം എന്ന് പറയാൻ വയ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ, ചൈതന്യം വർദ്ധിക്കാൻ, അതേപോലെ സാമ്പത്തികമായുള്ള വർദ്ധിക്കാൻ, ഇതൊക്കെയും ആണ് നമ്മൾ വർഷാവർഷം കഴിക്കുന്നതാണെങ്കിലും ഇടയ്ക്ക് കഴിക്കുന്നത്. 12 കൊല്ലം കൂടുമ്പോൾ ഒരു ഇത് നടത്തണമെന്നുള്ള നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയതില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തന്നെ ചൈതന്യവർദ്ധനയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അത് ഗുരുവായൂരിനെ പോലെ ക്ഷേത്രങ്ങളാകുമ്പോൾ സഹസ്രകലശമാണ് നല്ലത്. ചെറിയ അമ്പലങ്ങളിലാണെങ്കിൽ 25 കലശം മുതൽ 25 ആവാം. 25 കലശം എന്ന് പറഞ്ഞാൽ ഒരു ഖണ്ഡം 25 ആയിട്ട്. അതേപോലത്തെ 40 കലശമായിട്ടുള്ള 25 ഖണ്ഡം, അങ്ങനെയും രണ്ടും തരത്തിൽ ചെയ്യുന്നുണ്ട്. കലശത്തിന് ആദ്യത്തെ ചടങ്ങെന്ന് വെച്ചാൽ അമ്പലം മുഴുവൻ വൃത്തിവെക്കുക, എല്ലാ അഴുക്ക എന്തെങ്കിലുമൊക്കെ കഴുകി കളയാൻ പറ്റും കഴുകി കളയുക, അടിച്ചു വരി കളയാൻ പറഞ്ഞ് ചെയ്യുക. എന്നിട്ട് ഒരു ശുദ്ധി വരുത്തുക. ആ ശുദ്ധി വരുത്തിയിട്ട് വൈകുന്നേരം ദീപാരാധന ഉള്ള ക്ഷേത്രമാണെങ്കിൽ ദീപാരാധന കഴിഞ്ഞാൽ ഈ ദേവസ്വത്തിൻ്റെ ആരാണോ ഉത്തരവാദപ്പെട്ട ആൾ, ട്രസ്റ്റി നമ്പൂതിരിമാർ ട്രസ്റ്റികളായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, മറ്റുള്ള ആൾക്കാർ ട്രസ്റ്റികളായിട്ടുണ്ടാവും. നമ്പൂതിരിമാർ ട്രസ്റ്റികളായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ആ മാനേജിങ് ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ അധികാരത്തിൽപ്പെട്ട ആൾ, ആരാച്ച ആൾ, ചെയർമാൻ എന്നുള്ള സ്ഥലത്ത് ചെയർമാൻ, അതായിട്ട് അവരെ തന്ത്രീനെ ആദരിച്ച് കൊണ്ടുവരിക. അതാണ് അതിൻ്റെ പ്രധാന ആചാര്യഭരണം എന്നുള്ള ക്രിയയാണ് ആദ്യത്തെ. അവിടെ ആചരിച്ച് കൊണ്ടുവരിക. അതായത് കുടുംബതന്ത്രി ഉണ്ടാവും. ഓരോ അമ്പലങ്ങളിലും തന്ത്രി ഉണ്ടാവും. ചെറിയ അമ്പലങ്ങളിലൊന്നും ഇപ്പോൾ ആരും ഉണ്ടാവില്ല. അത് ആരെങ്കിലും വിളിച്ചിട്ട് കഴിപ്പിക്കും. വലിയ കലശമൊക്കെ ആകുമ്പോഴേക്കും തന്ത്രി ഉണ്ടാവും. തന്ത്രിക്ക് ആണ് ഉത്തരവാദിത്വം. അപ്പോൾ ചൈതന്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജകൾ പല കാര്യങ്ങളുണ്ട്. ആദ്യം ആദ്യത്തെ ചടങ്ങെന്ന് വെച്ചാൽ ഈ കൂറയും പവിത്രവും കൊടുക്കുക എന്ന ചടങ്ങാണ്. കൂറ എന്ന് പറഞ്ഞാൽ വസ്ത്രം, ഉടുക്കാനുള്ള വസ്ത്രവും കയ്യുമ്പിടാനുള്ള മോതിരം. അത് പുല്ലുകൊണ്ട് കെട്ടിയിട്ടാവാം, സ്വർണം കൊണ്ടാവാം. അത് നമ്മളെ ചൈതന്യം അനുസരിച്ച്, സാമ്പത്തികം അനുസരിച്ച് ചെയ്യാം. അത് കഴിച്ച് അതിന് പിന്നെ കൊടുക്കേണ്ടത് ആലോചിച്ചാൽ കീഴ്ശാന്തിമാർക്ക്, അതേമാതിരി വിളക്ക് കുടിക്കുന്നവർക്ക്, കഴകക്കാരൻ, മാരാര്, അങ്ങനെയുള്ള ആ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ഒരാളാണ് കൊടുക്കേണ്ടത്. അത് ഒരാളെ കൊടുക്കും. തന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്ത്രി ശുദ്ധിയുടെ ആദ്യം ഗണപതി പൂജയാണ്. ആ ഗണപതി പൂജ കഴിഞ്ഞിട്ടാണ് ഈ ഊറയും പഴുത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇത് വരിക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാസാദ ശുദ്ധി എന്നാണ് പറയാം. പ്രാസാദം എന്ന് പറഞ്ഞാൽ അമ്പലവട്ടം മുഴുവൻ ശുദ്ധമായിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ശുദ്ധാക്കിയിട്ടുള്ള സ്ഥലം. കുളം വേണമെങ്കിൽ കുളം ശുദ്ധാക്കണം, ഒക്കെ പുണ്യാഹകളം എന്ന് വെച്ചാൽ കഴിച്ചാൽ അത് കഴിഞ്ഞ് ഈ അമ്പലം മുഴുവൻ അടിച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ അത് പ്രാസാദത്തിന് അമ്പലത്തിന് വളരെ കണക്കുണ്ട്. പ്രാസാദം ഈ അകത്ത് ചുറ്റമ്പലം, മണ്ഡപം, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. വാതിലുമാടം, ഇതൊക്കെ പ്രാസാദത്തിൽ പെടും. പുറത്തേക്ക് കിടന്നാൽ അമ്പലവട്ടമായി, മതിലകം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ഈ നടക്കുന്നത് ദേവനെ അഭിമുഖീകരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്തിട്ടാണ് ക്രിയകൾ തുടങ്ങുക. മുഷ്ട്യാദി ശുദ്ധി എന്ന് പറയും. മുഷ്ട്യാദി ശുദ്ധി മുഷ്ടി, ഗോമയം, ചാണകം എന്നുള്ളത്. അതേപോലെ ഗോമയ സിദ്ധാർത്ഥം കടുക് വന്നത്. മുഷ്ടി ഗോമയ സിദ്ധാർത്ഥം, മുഷ്ടി ഗോമയ ഗവ്യം, അവസാന പഞ്ചകം ഗോമയ ഗവ്യം. അപ്പോൾ അതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് ഈ ആദ്യത്തെ ഇതാണ്. പിന്നെ ധൂപദീപം ആയിട്ടങ്ങനെ കഴിക്കും. എന്നിട്ട് അവിടെ ഈ ബലി വേണം. വാസ്തുവിനൊരു വാസ്തുബലിയുണ്ട്, അത് ചെയ്യണം. അതിന് പുറമെ വാസ്തു കലശം പൂജിച്ചാണ്. ദേവനല്ല, ദേവൻ്റെ മുമ്പിൽ പത്മട്ടിട്ട് അവിടെയാണ്.
അപ്പോൾ അത് കഴിഞ്ഞാൽ അന്നത്തെ ആദ്യത്തെ പിന്നെ അത്താഴപൂജ എന്ന് വെച്ചാൽ കഴിച്ച് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സാധുശുദ്ധി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് മുളയിടുക. ഈ അങ്കുരാതി അങ്കുരം മുളച്ചിട്ട് വേണം നെല്ല് മുളപ്പിക്കുകയാണ്. നെല്ല് നവധാന്യങ്ങൾ വിതറി മുളപ്പിക്കുക. അത് ആദ്യത്തെ ചടങ്ങാണ്. പിന്നെയാണ് വാസ്തുകലശവും വാസ്തുഗതിയൊക്കെ അത് കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ദിവസവും അവിടെ പൂജ വേണം, നനച്ച് വളർത്തി വന്നിക്കണം ദിവസം. ആ കലശം മുളച്ചത് 8 ദിവസമാണ്. കലശിച്ച 8 ദിവസം അത് ചെയ്യണം. അത് ചെയ്തിട്ടാണ് പിന്നെ ഓരോ പരിഹാരം, ഈ പ്രായശുദ്ധ ഹോമങ്ങൾ, കുംഭേശൻ, മഹാകുംഭം കലശനാടുക, ഇങ്ങനെയൊക്കെ പല അതിങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് കഴിക്കും. പിന്നെ 5 കുണ്ടത്തിലായിട്ടുള്ള വിഹരിക്കുള്ള കുറേ കലശങ്ങൾ, ഹോമങ്ങൾ, അങ്ങനെ ഹോമങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ 7ാമത്തെ ദിവസം, 8 ദിവസം കലശം ആണെങ്കിൽ 7ാമത്തെ ദിവസം ആവുമ്പോഴും 6 ദിവസം മുളയും ഉണ്ടാവും. ഈ മുള 2 നേരം പൂജണം, നനയ്ക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ മുളയുണ്ടാവും. അന്ന് രാവിലെയാണ് ഈ തത്വകലശം എന്ന് പറഞ്ഞാൽ അത് തന്ത്രി തന്നെ ചെയ്യണം. അങ്ങനെയാണ് തന്ത്രി തന്നെ ചെയ്യുക. ഇതൊക്കെ നമുക്ക് അതൊക്കെ അവിടെ ഉണ്ടാവുക. ഇതൊക്കെ ഈ സമയത്തൊക്കെ ഈ ഒരാളുടെ അവിടെ ഉണ്ടാവുന്നതാണ്. വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം. അബദ്ധങ്ങളൊന്നും കൂടാതെ കഴിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെ അതാണ്. അത് കഴിഞ്ഞാൽ തത്വകലശമുണ്ട്. തത്വകലശ അഭിഷേകം അത് ബ്രഹ്മകലശം മാറുന്നതിനെക്കാട്ടിലും ഹോമാദികൾ ചെയ്തിട്ട് ശുദ്ധമാക്കിയിട്ട് ഉള്ള കലശമാണ്. അത് വെറും ഈ വെള്ളമാണ്, വേറൊന്നുമില്ല. ഈ സമ്പാദം എന്ന് പറയും ഹോമത്തിൻ്റെ എന്തെടുക്കുന്നത്, അതതിലൊഴിച്ചിട്ട് അതുകൂടി ആയിട്ടുള്ള കലശമാണ്. കലശ പൂജ വേറെ കഴിക്കണം. അതിന് കലശത്തിൻ്റെ ഈ സമ്പാദ സ്പർശം കഴിയണം. എന്നിട്ട് അകത്ത് ഉദയാല. അപ്പോൾ 7 ദിവസത്തെ കലശപ്പാതയായി. 8ാമത്തെ ദിവസം രാവിലെ, അന്ന് വൈകുന്നേരം, ഈ 7ാമത്തെ ദിവസം വൈകുന്നേരം കുംഭേശൻ്റെ മഹാകുംഭം കലശം ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം അനുജ്ഞ എന്ന് പറയുന്നത്. അനുജ്ഞ വാങ്ങണം ഭഗവാനോട്. നാളെ അങ്ങനെ വലിയൊരു കലശം കഴിക്കുകയാണ്, അത് വേണമെന്നുണ്ട്, മേടിക്കുക. അത് തന്ത്രി വേണം, ഊരാളം വേണം. ഈ ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരില്ലേ, ഈ ശുദ്ധമായിട്ടുള്ള വേണമെന്ന് പറയുമ്പോൾ വ്രതത്തോട് ഇരിക്കേണ്ട ആൾക്കാരൊക്കെ വേണം. അതുകൊണ്ട് പക്ഷേ അത് പൂജകളൊക്കെ കഴിഞ്ഞാൽ, ഈ അത്താഴപ്പൂജ കൂടി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ശംഖുളിക്കും. സമയത്ത് കഴിഞ്ഞ് ഞാൻ സാധ്യത കഴിച്ചാൽ അതാണ് തത്വകലശത്തിൻ്റെ. അതേപോലെ തന്നെ തത്വകലശത്തിൻ്റെ രാത്രി ഈ സഹസ്രകലശം ആടുന്നതിൻ്റെ മുമ്പേയും വേണം. അതിന് പന്തീരടി പൂജ വരെ ഒന്നുമില്ല, മുളം പൂജ കൂടി കഴിഞ്ഞ അവസാനം ആ മുള ഈ ബ്രഹ്മകലശത്തിൻ്റെ 4 ഭാഗവും ഈ ഉത്സവത്തിന് പള്ളിക്കുറുപ്പിൽ വെക്കണ മാതിരി വെക്കണം. 16 എണ്ണം ഉണ്ടാവും, 16 ഭാഗത്തായിട്ട് ദിക്കുകളിലൊക്കെ കിടക്കാം. അത് പൂജ കഴിഞ്ഞാൽ അതിനെ ഈ കലശം കൊണ്ടുപോകണവരുടെ കയ്യിൽ ഉണ്ടാക്കണം. അതിനുള്ള വ്രതങ്ങൾ അതുകൊണ്ട് ഒക്കെ ചെയ്ത് ഈ തന്ത്രി തന്നെ, തന്ത്രി ആരാണോ നമ്മൾ കുറച്ചാണ് ആ തന്ത്രിയാണ് ഇതിനെ പൂജ കഴിക്കുക. ആ പൂജ കഴിക്കുന്ന സമയത്ത് ഈ പൂജയുടെ ഇത് അറിയുമ്പോഴത്തേക്ക് പൂജ ആവാഹിച്ച് ദേവൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് അയാൾ ഈ സ്നാനം ഒരു സമയമുണ്ട്. ആ സ്നാനത്തിൻ്റെ സമയത്താണ് ഈ കലശാട്. അപ്പോൾ ബ്രഹ്മൻ ആയിട്ടാകുമ്പോൾ ഓരോ ഖണ്ഡത്തിനും ബ്രഹ്മമുണ്ട്. അതിൻ്റെ മുമ്പേ അങ്ങനെ ആകുമ്പോൾ ബ്രഹ്മൻ ആടുമ്പോൾ ഓരോ ബ്രഹ്മൻ ആടിയാലും നിവേദ്യം വേണം. അത് വൈഷ്ണവ ചൈതന്യത്തിലുള്ള അമ്പലങ്ങളാണെങ്കിൽ ഈ പരികലശങ്ങൾ മുഴുവൻ ആടിക്കഴിഞ്ഞിട്ടാണ് ബ്രഹ്മകലശം ആടുക. ശൈവമാണെങ്കിൽ ശൈവം സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ഗണപതി, അതേമാതിരി ശിവൻ, പാർവതിയെ ഇല്ല, അത് ദുർഗ, അത് പാർവതി, അത് ഭദ്രകാളി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭദ്രകാളിക്കും മറ്റേ തന്നെയാണ് തോന്നുന്നത്. ഒക്കെ ഈ ശൈവ ആയിട്ടാകുമ്പോൾ അത് കലശം ആട് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മകലശം ആടുക. ബ്രഹ്മകലശം പരികലശം ആടിക്കഴിഞ്ഞിട്ടാണ് ബ്രഹ്മകലശം ആടുക. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റത് ആദ്യം ബ്രഹ്മകലശം ആടുക. ശിവനൊക്കെ
അടുത്ത ഹെഡ് 25 നടുക്കത്തെ ആൾ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതാണ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ സഹസ്രകലശം 1008 1007 സഹസ്രകലശം 1000 കലശം 1000 എണ്ണവും കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ കലശത്തിന് അതിന് മുമ്പായിട്ട് ഈ പാണി കുട്ടാന്ന് പറയും മാരാന്മാർ. പാണി പഴിച്ചാൽ കോണി എന്നാണ് പറയാം. ഞങ്ങൾ പോവുകയാണെന്നുള്ളത് മറ്റുള്ള ഇതിൽ നിന്നുള്ള ദേവന്മാരെ മുഴുവൻ ആക്കാണ്. അത് ഉത്സവലി ചടങ്ങിനും അത് തന്നെയാണ്. പാണി പഴിക്കാൻ പാടില്ല. അത് നല്ലോണം അറിയുന്നവർക്കേ കൊട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊട്ടി ദേവനോട് ചോദിക്കും, തന്ത്രിയോട് ചോദിക്കും, ഊരാളിനോട് ചോദിക്കും. സമ്മതം മേടിച്ചാണ് കൊട്ടുക, മാരാരാണ് കൊട്ടാൻ. അത് കഴിഞ്ഞാൽ അഭിഷേകം, അത് കഴിഞ്ഞാൽ ആ കലശം കൂടി അയച്ചു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചൈതന്യവർദ്ധനയ്ക്ക് ചെയ്യുന്ന കലശം ബ്രഹ്മകലശമാണ്. ആ കലശം ആടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടില്ല. ഉച്ചപൂജ കഴിക്കും. അത് കഴിഞ്ഞാൽ ശ്രീഭൂതബലി വേണം. പരിവാരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണുള്ളവർക്ക് പ്രസാദവിട്ട് നമ്മൾ നടത്തുന്നു. അത് ഈ വെരിക്കല്ലുകൾ കണ്ടില്ലേ, 54 ഭാഗം, അവിടെയൊക്കെ അതുകൂടി കഴിഞ്ഞാലേ ഈ കലശത്തിൻ്റെ ചടങ്ങ് കഴിയുള്ളൂ. അങ്ങനെയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തൂ. നന്ദി.